Hi everyone. Through this class, we are going to study about applications of op-amp. In this class, I am going to explain about inverting amplifier, non-inverting amplifier, buffer amplifier, and summing amplifier. First, let us discuss inverting amplifier. This is the connection diagram of inverting amplifier. Here we can see this op-amp. We know that there are two input terminals for our op-amp. They are inverting input terminal and non-inverting input terminal. At this inverting terminal, we connect our input. So Vin is given at the inverting terminal. So this amplifier, we call it as inverting amplifier. Here we can see one resistance RF that connects the output and input together. And the non-inverting terminal or plus terminal that is grounded. So this is the connection diagram. And here we give plus VCC and minus VE for its operation. Plus VCC ഏതിലാ കൊടുക്കുന്നേ 741 IC-ക്ക് സെവൻത് ടെർമിനൽ മൈനസ് VE ഏത് ടെർമിനലിലാണ് കൊടുക്കുക ഫോർത്ത് ടെർമിനൽ നമ്പർ 2. അപ്പൊ ഈ 2 ന്നാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഇൻപുട്ട് അത് ആദ്യം ഈ ഡയഗ്രാം പഠിക്കുക. ഇനി ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് നമുക്കറിയാം 6-ൽ നിന്നാണ്. ഔട്ട്പുട്ട് ആണ് ഈ കാണിച്ചിരിക്കുക. അപ്പൊ ഔട്ട്പുട്ട് ഈ 6-നും ഗ്രൗണ്ടിനും നടുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യും. അപ്പൊ കണക്ഷൻ ഡയഗ്രാം നോക്കുക. കണക്ഷൻ ഡയഗ്രത്തില് രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് മൈനസും പ്ലസും. മൈനസിൽ നമ്മളൊരു ഇൻപുട്ട് റെസിസ്റ്റൻസ് R1 കണക്ട് ചെയ്തു. അതിന്റെ എൻഡില് ഇൻപുട്ട് വോൾട്ടേജ് Vin കൊടുത്തു. അതിന്റെ മറ്റേ എൻഡ് ഗ്രൗണ്ട് ചെയ്തു. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തു. അപ്പൊ ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയതുകൊണ്ട് ഈ ആംപ്ലിഫയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ആൻഡ് ദിസ് റെസിസ്റ്റൻസ് RF connects the output and input together. So this is feedback circuit, and this resistance we call it as feedback resistance RF. ഇനി നമ്മൾ ചില കാര്യങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതായത് ഈ ഓപ്പാമ്പിന് ഇൻപുട്ട് ഇംപെഡൻസ് ഐഡിയൽ കേസിൽ ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് ഐഡിയൽ ഓപ്പാമ്പ് ഈസ് ഇൻഫിനിറ്റി. നമ്മൾ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് ഇവിടെ പ്ലസ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്താല് മൈനസിലെ വോൾട്ടേജും 0 തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിലാണ് നമുക്ക് ഇനി ഇതിന്റെ വർക്കിംഗിലേക്ക് പോകാൻ പറ്റുക. So in this inverting amplifier, when we connect one input voltage Vin, then we can see that there will be a current flowing through this resistance R1. That current we can call it as I1. I1 ന്റെ direction ആണ് ഈ ആരോ കാണിച്ചിരിക്കുക. ഇവിടെ Vin കണക്ട് ചെയ്യുമ്പോൾ R1-ലൂടെ കറണ്ട് പാസ് ചെയ്യും. ആ കറണ്ട് ആണ് I1. I1 when it reaches at this junction A, now there are two paths. One through this RF and other into this op-amp. And we know that for this op-amp, input impedance for ideal case it is infinity. അതായത് opposition to current is infinity in ideal case. And in real case that input impedance is very high value. ഇത്രയും നമ്മൾ പഠിച്ചതാണ്. അതായത് ഇൻപുട്ട് ഇംപെഡൻസ് ഒത്തിരി കൂടുതലാണ് ഓപ്പാമ്പിന്. ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒപ്പോസിഷൻ ടു ദി കറണ്ട്. ഇപ്പൊ ഈ കറണ്ടിങ് വന്നാൽ ഇതിലൂടെ കടത്തിവിടില്ല. രണ്ട് വഴികളാണുള്ളത്. വൺ ത്രൂ ദിസ് ആൻഡ് അനദർ ത്രൂ ദിസ് വൺ. അപ്പൊ ഇതിലൂടെ വരുമ്പോഴാണ് ഓപ്പാമ്പിലേക്ക് എത്തുക. ഓപ്പാമ്പ് ഓഫേഴ്സ് ഹൈ impedance, so no current flows into this op-amp. So this current I1 flows through this feedback resistance RF, and that is taken as I2 in this diagram. Actually I1 is equal to I2. I1 എയിലെത്തിയാല് രണ്ട് വഴിക്ക് പോകാം. ഒന്ന് ഓപ്പാമ്പിലേക്ക് കയറാം, മറ്റേത് ഫീഡ്ബാക്ക് റെസിസ്റ്ററിലൂടെ പോകാം. ഓപ്പാമ്പിലേക്ക് കയറാൻ പറ്റത്തില്ല. കാരണം എന്താ? ഓപ്പാമ്പിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപെഡൻസ് ഹൈ ആണ്. ഹൈ ആയതുകൊണ്ട് ഇത് ചൂസ് ചെയ്യുന്ന പാത്താണ് RF-ലൂടെയുള്ള പാത്ത്.
അപ്പൊ ഇവിടെ വരുന്ന കറണ്ട് മുഴുവനായി തന്നെ ഈ RF പോകും. പക്ഷെ ഇവിടെ പോകുന്ന കറണ്ടിനെ നമ്മൾ I2 എന്നാ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ I1 ഈസ് ഈക്വൽ ടു I2 ആണ് ഈ കേസിൽ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. I1 എന്താണ്? I1 എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ദാറ്റ് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് നോക്കുക. ഈ എൻഡിലെ വോൾട്ടേജ് Vin എന്നാണ് നമ്മൾ എടുത്തത്. When we apply Vin, the voltage at this end is Vin. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ് നമ്മൾ കണ്ടു? 0 ആണ്. So Vin minus 0 that divided by R1. That is the current that passes through this resistance R1. ഇനി current passing through this RF equal to ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറൻസ് എടുക്കണം. നമ്മൾ എങ്ങനെയാ എടുത്തേ? ലെഫ്റ്റ് മൈനസ് റൈറ്റ് ആണ് ഫസ്റ്റ് കേസിൽ എടുത്തത്. അപ്പൊ അടുത്തതിലും വോൾട്ടേജ് അറ്റ് ദിസ് A, then minus voltage at the other end of this RF, that is V out or VO എന്ന് നമുക്ക് എടുക്കാം. So it is 0 minus VO, voltage at the output. നമ്മൾ VO എന്ന് എടുത്താൽ 0 minus VO divided by RF. That is our I2. Now we know that I1 is equal to I2 for this connection. Therefore, we can equate these two. So first one, Vin minus 0, that we can take it as Vin divided by R1. That is equal to 0 minus VO divided by RF. So it is minus VO divided by RF. Then the voltage gain of this amplifier. This is actually an amplifier if RF is greater than R1. Then for this amplifier, gain is equal to output voltage divided by input voltage. And this gain we can represent it as AV, voltage gain of amplifier. This is closed loop gain. Not open loop gain. This is closed loop gain because output is connected into the input through this feedback resistance RF. Therefore, AV is equal to output voltage VO divided by input voltage Vin. From this expression, what is VO by Vin? Take this Vin term to the right hand side. Take RF to this left hand side. So it is RF by RO is minus VO by Vin. So what is VO by Vin? Minus of RF divided by R1. So for this inverting amplifier, voltage gain, closed loop voltage gain is equal to AV is equal to minus RF divided by R1. So if we connect a circuit like this, from the externally connected resistors RF and R1, we can find out the gain. Suppose RF is equal to 2 kilo ohm and R1 equal to 1 kilo ohm, then gain magnitude will be equal to 2. Minus RF by R1 ആണ് actual gain. Magnitude എന്ന് പറഞ്ഞാൽ RF by R1. എത്ര വരും? 2 kilo ohm by 1 kilo ohm. അപ്പൊ നമ്മൾ ഒരു സൈൻ വേവ് ഇവിടെ കൊടുത്താൽ അത് ഡബിൾ ആയിട്ടുള്ള ഒരു സൈൻ വേവ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. പിന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇവിടെ ഒരു ഇൻവേർഷനും കൂടി ഉണ്ടാവും അല്ലെ? അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് ദ ഇൻവേർട്ടഡ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. പോസിറ്റീവ് ഹാഫ് വിൽ ബി നെഗറ്റീവ് ഹാഫ് ആൻഡ് നെഗറ്റീവ് ഹാഫ് വിൽ ബി ദി പോസിറ്റീവ് ഹാഫ്. ഈ ടൈപ്പ് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണെങ്കിൽ ഇവിടെ കിട്ടാൻ പോകുന്ന ആംപ്ലിറ്റ്യൂഡ് 2 ആയിരിക്കും. ഇഫ് RF is 2 kilo ohm and R1 is 1 kilo ohm. So such amplifier we call it as inverting amplifier. Next we have non-inverting amplifier. Non-inverting, here we give the input at non-inverting terminal. ഇവിടെ ആയിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തത്. അവിടെ ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് R1ന്റെ എൻഡ് ഗ്രൗണ്ട് ചെയ്തു. ബാക്കി കണക്ഷൻ സെയിം ആണ്. ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലില് നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് കൊടുത്തു. So this connection we call it as non-inverting amplifier. In this case, here we are giving
voltage V in at this plus terminal. Then voltage at minus terminal will be, നമ്മൾ നേരത്തെ എന്താ ചെയ്ത ഈ കണക്ഷനില്, in this connection, this plus terminal is grounded. That means voltage at plus terminal is 0. Then voltage at this minus terminal or at A, the voltage equal to 0. അപ്പൊ ഇനി പ്ലസിൽ നമ്മൾ V എന്ന് കൊടുത്താല് voltage at A will be equal to VI. കാരണം എന്താ, നമുക്കറിയാം ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ടെർമിനൽസ് ദാറ്റ് ഈസ് ആംപ്ലിഫൈഡ് ഇൻ ആൻ ഓപ്പാമ്പ്. ഇനി ഓപ്പാമ്പിന്റെ ഗെയിൻ നമ്മൾ എന്തെന്നാ പറഞ്ഞത്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ഓപ്പാമ്പ് ഈസ് ഇൻഫിനിറ്റി എന്നാ പഠിച്ചത് നമ്മള്, അല്ലെ? ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ഓപ്പാമ്പ് ഈസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽസ് is equal to infinity. That is possible only when difference between input terminals voltage in these two terminals is equal to 0. ഇവിടെ VI കൊടുത്താല് ഇവിടത്തെ വോൾട്ടേജും VI വന്നാലാണ് വോൾട്ടേജ് ഡിഫറൻസ് 0 വരിക. Therefore, in this non-inverting terminal, suppose we are grounding this inverting terminal and we are applying input voltage to this non-inverting terminal, voltage at this point A will be equal to VI. Current through. അപ്പൊ ഇവിടെ VI യും ഇവിടെ 0 യും ആണ്. അപ്പൊ കറണ്ടിന്റെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. മറ്റേതിലെ കറണ്ടിന്റെ ഡിറക്ഷൻ നമ്മൾ വരച്ചിരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടത്തെ ഡിറക്ഷൻ നോക്കുക, കറണ്ട് ഡിറക്ഷൻ ഇൻ ദിസ് സെക്കൻഡ് കേസ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ്. So we can start with this I2 current. Appo VO ആണ് output voltage in this case. Here we are connecting RF. So the current I2 will be this VO minus voltage at this terminal. കാരണം എന്താ, voltage across RF എന്ന് പറഞ്ഞാല് ഒരു എൻഡില് VO വോൾട്ടേജും മറ്റേ എൻഡില് VI യും ആണ്, അല്ലെങ്കിൽ V in ആണ്. അപ്പൊ വോൾട്ടേജ് ഡിഫറൻസ് എന്തെന്ന് എഴുതാം, VO മൈനസ് V in that divided by RF. That is our current I2, current passing through this feedback resistance. That current is actually moving through this input resistance, and that current we can take it as I1. So I1 equal to, here the voltage is VI minus 0. So V in minus 0, that divided by R1, and we know that I1 equal to I2 as before, so we can equate these two. ഇവിടെ എപ്പോഴും ഓർക്കുക, കറണ്ട് എടുക്കുമ്പോൾ വോൾട്ടേജ് ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഏതിന്, R1-ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ആ ഡിഫറൻസ് എന്ത് വരും, ഒരെൻഡിലെ വോൾട്ടേജ് മൈനസ് മറ്റേ എൻഡിലെ വോൾട്ടേജ്. ഇവിടെ നമ്മള് വോൾട്ടേജ് V-നായിരുന്നു കൂടുതൽ, അപ്പൊ ഇവിടത്തെ എൻഡ് മൈനസ് ഇതാ എടുത്തേ. അപ്പൊ അടുത്തതിന്റെ കറണ്ട് എടുക്കുമ്പോഴും ഇത് മാറിപ്പോവരുത്. ഇതിവിടെ ലെഫ്റ്റ് മൈനസ് റൈറ്റ് എടുത്താല് അടുത്തത് എടുക്കുമ്പോഴും ലെഫ്റ്റ് മൈനസ് റൈറ്റ്, കണ്ടോ, 0 മൈനസ് VO അങ്ങനെയാ എടുത്തേ. സെക്കൻഡ് കേസിൽ നമ്മള് വോൾട്ടേജ് റൈറ്റ് സൈഡിൽ കൂടുതലായതുകൊണ്ട് നമ്മൾ എങ്ങനെയാ എടുത്തേ, ഈ കേസില് VO മൈനസ് VI or V in, VO minus V in divided by this RF. അപ്പൊ ഈ കേസിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൂടുതൽ എടുത്തു. അപ്പൊ V in മൈനസ് 0. ഇപ്പൊ രണ്ട് കറണ്ടിനും എടുക്കുന്ന ആ മെത്തേഡ് സെയിം ആയിരിക്കണം. ഒന്ന് റൈറ്റ് മൈനസ് ലെഫ്റ്റ് എടുത്താല് രണ്ട് കേസിലും റൈറ്റ് മൈനസ് ലെഫ്റ്റ് എടുക്കുക. അല്ല ലെഫ്റ്റ് മൈനസ് റൈറ്റ് എന്നാണ് എടുക്കുന്നതെങ്കിൽ രണ്ടിലും അങ്ങനെ തന്നെ എടുക്കുക. മനസ്സിലായോ? അത് ഇനി ഇക്വേറ്റ് ചെയ്യുക. I1 is equal to I2. Equate ചെയ്യുമ്പോൾ VO minus V in divided by RF is equal to V in divided by R1. Now take this V in term to the right hand side. So it is VO by RF. ഇവിടെ ഉണ്ടായിരുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്ന VO by RF minus V in by RF ആയിരുന്നു. Take that V in by RF term to the right hand side. So it is equal to VO by RF is equal to this V in by R1 plus ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്ന V in by RF.
ഇവിടെ മൈനസ് ആയിരുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആവും. സോ പ്ലസ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ എഫ്. ഈ രണ്ട് ടേമിലും വി ഇൻ കോമൺ ആണ്. അപ്പൊ നമുക്ക് വി ഇനെ പുറത്തേക്ക് എടുക്കാം. സോ വി ഇൻ ഇൻറ്റു 1/R1 പ്ലസ് 1/RF. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നമുക്ക് ഇവിടെ എന്ത് കാണാം? വോൾട്ടേജ് ഗെയിൻ കാണാം. അപ്പൊ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ voltage given at the input. Adana closed loop gain of this non-inverting amplifier. As before, it is represented as AV, voltage gain of this non-inverting amplifier. AV is equal to output voltage VO divided by input voltage Vin. That is equal to ivada VO by Vin according to this expression. VO by Vin equal to, here take this RF to right hand side and this Vin to left hand side. So it is VO by Vin, that is equal to this RF into 1/R1 plus 1/RF. ഈ RF കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ഈ ടേമില് 1/RF into RF. So it is equal to 1. ആ ടേമിനെ നമുക്ക് ഫസ്റ്റ് എടുക്കാം. So it is 1 plus this 1/R1 into this RF. So it is RF by R1. That is the voltage gain of non-inverting amplifier. Suppose our RF is 2 kilo ohm and R1 is 1 kilo ohm. Then gain in this case will be 3. മറ്റേ കേസിലാണെങ്കിലോ ഇൻവേർട്ടിംഗ് കൊടുത്താലോ 2. നോൺ ഇൻവേർട്ടിംഗിലായപ്പോ ഗെയിൻ എന്ത് കിട്ടി? 3 ആയി. ഇനി ഇവിടെ RF 10 ആണെന്ന് കരുതുക. R1 1 kilo ohm ആണെങ്കിൽ what is the gain of this non inverting amplifier? 11. ഇൻവേർട്ടിംഗിനാണെങ്കിലോ 10. Okay. So these two circuits we call it as inverting amplifier and non-inverting amplifier. Then third one is unity follower. The circuit is known as unity follower. Here the input is given at the non-inverting terminal. ബാക്കി കണക്ഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. Input is given at non-inverting terminal and the output is connected to input directly without feedback resistor. ഇതാണ് കണക്ഷൻ. വളരെ സിമ്പിൾ ആണ് കണക്ഷൻ ഡയഗ്രാം. ഔട്ട്പുട്ട് കണക്റ്റഡ് ടു ഇൻപുട്ട് വിത്തൗട്ട് എനി ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആൻഡ് ദി ഇൻപുട്ട് ഈസ് ഗിവൺ അറ്റ് ദി നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. സച്ച് കണക്ഷൻ വി കോൾ ഇറ്റ് ആസ് യൂണിറ്റി ഫോളോവർ. നോൺ ഇൻവെർട്ടിംഗിൽ കൊടുത്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോർ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വോൾട്ടേജ് ഗെയിൻ ഈസ് ഗിവൺ ബൈ 1 plus RF by R1. In this case, there is no feedback resistor, so we can take RF as 0. Therefore, AV for this circuit is 1. Voltage gain 1 means output voltage divided by input voltage is 1. Suppose the input voltage given is 1 volt, then output voltage will be 1. Gain 1 means input is same as output. So whatever may be the input given, that we get at the output without any amplification or without any phase change. So this circuit we call it as unity follower circuit. നമ്മൾ എന്ത് കൊടുത്താലും ഒരു സൈൻ വേവ് കൊടുത്തു, ആ സൈൻ വേവ് മാറ്റമില്ലാതെ ഫേസ് ചേഞ്ച് ഇല്ലാതെ ഔട്ട്പുട്ടിൽ കിട്ടും. ഇപ്പൊ സൈൻ വേവ് കൊടുക്കാതെ നമ്മൾ ഒരു DC വോൾട്ടേജ് 1 വോൾട്ട് എന്ന് കൊടുത്താൽ ഔട്ട്പുട്ടില് 1 വോൾട്ട് എന്ന് കിട്ടും. AC-യിലെ നമ്മളുടെ പോസിറ്റീവ് ഹാഫ് ഔട്ട്പുട്ടില് പോസിറ്റീവ് ഹാഫ് ആയിട്ട് തന്നെ കിട്ടും, നെഗറ്റീവ് ഹാഫ് ആയിട്ട് തന്നെ കിട്ടും. അവിടെ ആംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. അങ്ങനെയുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ യൂണിറ്റി ഫോളോവർ സർക്യൂട്ട് എന്ന് വിളിക്കുക. Then our last circuit, that is summing amplifier. ഒരു ഇൻപുട്ട് അല്ല കൊടുക്കുക, ഇവിടെ സമ്മിങ് ആംപ്ലിഫയർ സമ്മിങ് ആണ്. അപ്പൊ ഒന്നിലധികം ഇൻപുട്സ് വരയ്ക്കണം. ഇവിടെ നമ്മൾ 3 ഇൻപുട്സ് വരച്ചിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന
കൊടുക്കുന്ന ഇൻപുട്ടുകൾ V1, V2, V3 എന്നാണ്. അപ്പൊ 3 റെസിസ്റ്റൻസും വരച്ചിട്ടുണ്ട് നമ്മൾ, R1, R2, R3. ഇത് 3ഉം ഇൻപുട്ട് റെസിസ്റ്റൻസുകളാണ്. ഇനി ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആസ് യൂഷ്വൽ ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് RF. ഇനി ഔട്ട്പുട്ട് ടേക്കൺ ആസ് VO. ഇൻവേർട്ടിങ്ങിലാണ് കൊടുക്കുന്നത്. ഇത് ഓർത്തോളണം, സമ്മിങ് ആംപ്ലിഫയറിൽ the inputs are given at inverting input terminal and a non-inverting terminal is grounded. ഇപ്പൊ non-inverting terminal ഗ്രൗണ്ട് ചെയ്താൽ ഇവിടുത്തെ വോൾട്ടേജ് എത്ര വരും? പെട്ടെന്ന് പറയൂ. 0 വരും. അപ്പൊ ഈ പോയിന്റ് നമ്മൾ നേരത്തെ പോലെ തന്നെ A എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടതാണ്. അപ്പൊ ഇവിടെ A എന്ന് മാർക്ക് ചെയ്യാം. എയിലെ വോൾട്ടേജ് 0 ആണ്, അത്രേ ഓർക്കുക. ഇനി കറണ്ട് ദാറ്റ് പാസസ് ത്രൂ ദിസ് RF we mark it as I in this case. എന്ത് വേണമെങ്കിലും ചെയ്യാം. I2 എന്ന് വേണമെങ്കിൽ, I2 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ I എന്ന് കൊടുത്തത്. So I is the current that passes through this resistance RF, and the current passing through this R1 that we mark it as I1, current passing through R2 as I2, current passing through R3 as I3. കാരണം നമ്മൾ V1 ഇവിടെ കൊടുത്തു, V2 ഇവിടെ കൊടുത്തു, V3 ഇവിടെ കൊടുത്തു. അപ്പൊ കറണ്ടുകള് I1, I2, I3. ഇതാ ഇതിലൂടെ വരുന്ന കറണ്ട് I1, ഇതിലൂടെ I2, തേർഡ് വണ്ണിലൂടെ I3. ഇത് 3 മാത്രമേ ആകാവുന്നില്ല, 4, 5, 6 നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇൻപുട്സ് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പൊ അത്രയും റെസിസ്റ്റൻസ് അവിടെ വേണം എന്ന് മാത്രം. 3 മതി നിങ്ങൾ വരയ്ക്കുമ്പോ. അപ്പൊ I1, I2, I3, when it reaches this junction, here this op-amp offers infinite impedance, so it moves through this feedback resistance RF. So what is I in this case? I1 plus I2 plus I3. ആദ്യം നമുക്ക് I1 എന്താണെന്ന് നോക്കാം. I1 is voltage difference across this R1 that divided by R1. വോൾട്ടേജ് ഡിഫറൻസ് എന്താ? V1 minus 0. ഇവിടുത്തെ വോൾട്ടേജ് 0 അല്ലേ? അപ്പൊ V1 minus 0 that divided by R1, that is I1. I2 എന്താണ്? V2 minus 0 divided by R2. I3 എന്താണ്? V3 minus 0 divided by this R3. ഇനി I എന്താണ്? I is the voltage difference between this RF. ഈ എൻഡില് VO ഉണ്ട്, ഇവിടെ 0. എല്ലാം എന്താ ലെഫ്റ്റിന്ന് എടുത്തത് കൊണ്ട് 0 മൈനസ് VO എന്ന് എടുക്കും. ഇവിടെ 0 മൈനസ് VO ഡിവൈഡഡ് ബൈ ദിസ് RF, ദാറ്റ് ഈസ് അവർ I. Now we can equate this. I is equal to I1 plus I2 plus I3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I എന്താണ്? I is minus VO by RF. That is equal to V1 by R1 plus V2 by R2 plus V3 by R3. So what is VO? നമ്മൾ VO by minus of VO by RF ആണിത്. അപ്പൊ VO output voltage is equal to, take this RF to right hand side. അപ്പൊ മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് RF into V1 by R1. ഇവിടെ മൈനസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു മൈനസ് RF into V1 by R1 plus V2 by R2 plus V3 by R3. That is the expression for output voltage. ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഇതില് R1, R2, R3 എക്സെട്ര ആർ സെയിം എടുക്കുക. നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസുകളാണ്. നമുക്കത് പല വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ സെയിം വാല്യൂ കൊടുക്കാം. അപ്പൊ സെയിം വാല്യൂ കൊടുക്കുവാണെങ്കിൽ we can put this R1, R2, R3 as R. എല്ലാ ഡിനോമിനേറ്ററിലും R ആയി. ഈ ആറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു RF divided by R into V1 plus V2 plus V3. എന്താണ് V1 plus V2 plus V3? That is sum of the voltages given at the inputs. And if our RF is greater than all these R values, ഇപ്പൊ നമ്മള് RF 2 എടുത്തു എന്ന് കരുതുക. എല്ലാ R ഉം 1 കിലോ ഓം ആണ്. ഇത് 2 കിലോ ഓം, ഇത് 1 കിലോ ഓം ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 divided by 1. RF by R is 2 into V1 plus V2 plus V3. ഇപ്പൊ V1 വോൾട്ടേജ് നമ്മൾ 1 വോൾട്ട് കൊടുത്തു എന്ന് കരുതുക.
V2 വോൾട്ട് സപ്പോസ് ഇറ്റ് ഈസ് 2 വോൾട്ട്, V3 3. അങ്ങനെയാണെങ്കിൽ സെയിം ആണെങ്കിലും കൊടുക്കാട്ടോ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. 1 2 3 എന്ന് കൊടുത്താൽ 1 + 2 + 3 that is 6. 6 into 2, that will be the output voltage, or output voltage will be 12 in this case. മനസ്സിലായോ? നേരത്തെ ഒരു നെഗറ്റീവ് ഇട്ടായിരുന്നില്ലേ, ആ നെഗറ്റീവ് പോയോ? ആ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് എപ്പോഴും ഉണ്ട്. അതായത് അത് ഇൻവേർഷൻ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് നെഗറ്റീവ്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 1 + 2 + 3 into RF divided by R. RF 2 എന്ന് എടുക്കാൻ പറഞ്ഞു, R 1 എന്ന് എടുക്കാൻ പറഞ്ഞാല് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി -12 volts. When this RF is greater than R, then we can see that output voltage is sum of the input voltages into a factor that is greater than 1. If this factor is greater than 1, then that amplifier we call it a summing amplifier. അതായത് ഇൻപുട്ടിന്റെ സമ്മിനേക്കാളും കൂടുതൽ. ഇപ്പൊ ഇൻപുട്ട് എല്ലാം 1 ആണ് കൊടുത്തതെന്ന് കരുതുക. V1 V2 V3 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് വരും? 3 into RF by this R. RF by R, if it is greater than 1 or RF is greater than R, then we can see that output value is greater than sum of the inputs. Then such a circuit we call it a summing amplifier. ഇനി RF equal to R ആണെങ്കിൽ, അതായത് R1 equal to R2 equal to R3 equal to RF equal to R എന്ന് എടുത്താൽ this RF by R, that is equal to 1. Then in this case output voltage VO is equal to minus of sum of the input voltages. മൈനസ് കാണിക്കുന്നത് എന്താ? എല്ലാത്തിലും മൈനസ് കാണിക്കുന്നത് ഇത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് കാണിക്കാനാണ്. അതായത് നമ്മൾ പോസിറ്റീവ് ഹാഫ് കൊടുത്താൽ അത് നെഗറ്റീവ് ഹാഫ് ആവും ഔട്ട്പുട്ടിൽ, നെഗറ്റീവ് ഹാഫ് കൊടുത്താൽ ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് ആവും. ആ ഇൻവേർഷൻ ആണ് ഈ നെഗറ്റീവ് സൈൻ കാണിച്ചിരിക്കുന്നത്. Then such circuit we call it as adder. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വന്നു? സം ഓഫ് ഓൾ ദി ഇൻപുട്ട് വോൾട്ടേജസ്. And there is one minus sign. Minus sign indicate ചെയ്യുന്നത് എന്താ? There is a phase reversal. ഇതാണ് നമ്മളുടെ ആഡർ സർക്യൂട്ടും സമ്മിങ് ആംപ്ലിഫയറും.